വരികയാണ്. മ്യാൻമർ തായ്ലൻഡ് ഭൂചലനത്തിൽ ഇതുവരെ 6 പേർ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരാണ് എന്നാണ് നിലവിൽ തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരെ അനുഭവപ്പെട്ടു എന്നാണ് വിവരം. ബാങ്കോക്കിലെയും മ്യാൻമറിലെയും ദൃശ്യങ്ങൾ എന്ന പേരിലാണ് ഇവ പ്രചരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ആധികാരികത ഇതുവരെ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. എക്സിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഉമൈബാനും അനൂപ് ദാസും വിവരങ്ങളുമായിട്ട് ആദ്യം നമുക്ക് നിലവിൽ തായ്ലൻഡ് ബാങ്കോക്കിലും മ്യാൻമറിലും എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഉമൈബാൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 6 പേരുടെ മരണവാർത്തയാണ് സ്ഥിരീകരിച്ചിട്ടുള്ള. ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ വലിയ അപകടമാണ്. കൂടുതൽ മരണത്തിനുള്ള സാധ്യതകളുമുണ്ട്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഈ തുടർ ചലനങ്ങൾ ഉണ്ടായതായ റിപ്പോർട്ടുകളുണ്ടോ? ദിവിഷ്, ഈ ദൃശ്യങ്ങൾ അതിൻ്റെ ആധികാരികത അത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ച മരണസംഖ്യ അത് ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രമാത്രം ഭീതിജനകമായ, വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ദുരന്തമാണ്, ഭൂചലനമാണ് മ്യാൻമറിനെയും അതുപോലെ തന്നെ തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിനെയും പിടിച്ചു കുലുക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. 12:50 അതായത് പ്രാദേശിക സമയം, മ്യാൻമറിലെ പ്രാദേശിക സമയം 12:50 ഈ തുടർച്ചയായിട്ടുള്ള 2 ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ ഒരു വലിയ ഭൂകമ്പം ആദ്യം ഉണ്ടാകുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കകം 6.8 തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനം ഉണ്ടാകുന്നു. മ്യാൻമറിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായ സാങ്കേക്ക് നഗരത്തിന്റെ ഏതാണ്ട് ഒരു 16 കിലോമീറ്റർ മാറി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. മധ്യ മ്യാൻമറിലാണ് ഈ 2 ഭൂകമ്പങ്ങളും അതിന്റെ പ്രഭവ കേന്ദ്രം കാണിക്കുന്നത്. വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടാകുന്ന രീതിയിൽ വലിയ തോതിലുള്ള ഒരു പ്രകമ്പനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മ്യാൻമറിൽ ഒരു മഡേല നഗരം, അതിന്റെ ഒരു പ്രധാനപ്പെട്ട മ്യാൻമറിലെ രണ്ടാമത്തെ നഗരമാണ്. അവിടെ ഒരു പള്ളി പാടെ തകർന്നു വീണു. അവിടെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 25ഓളം പേർ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ പറഞ്ഞ ഈ കെട്ടിടം, ആ പള്ളി തകർന്നതോടുകൂടി തന്നെ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഒരു ചെറിയ സംഖ്യയാണ്, പക്ഷേ ഇതിന്റെ ആഘാതം വലുതാണ് എന്നുള്ളതാണ്. പിന്നെ മ്യാൻമറിലെ ഏറ്റവും വലിയ ഒരു നഷ്ടം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പാലമായ ആവേ സാങ്കേതിക 2 നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആവേ പാലം പൂർണ്ണമായും തകർന്നു. അത് പൂർണ്ണമായും നദിയിലേക്ക് പതിച്ചു എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ വലിയ കെട്ടിടങ്ങൾ മാത്രമല്ല, ആരാധനാലയങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, എന്തിന് റോഡുകൾ വരെ വിണ്ട് കീറിയ അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ ബാങ്കോക്കിലേക്ക് പോവുകയാണെങ്കിൽ ഈ മ്യാൻമറിലെ ഭൂകമ്പം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് തായ്ലൻഡിലും ഈ പ്രകമ്പനം ഉണ്ടാകുന്നത്. ബാങ്കോക്കിനെയാണ് അത് കൂടുതൽ വിറപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം. അവിടെ നിർമ്മാണത്തിലിരുന്ന ഒരു കെട്ടിടം അത് പാടെ തകർന്നു വീണു. അവിടെ ഒരു 50ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ 5 പേരെ മാത്രമാണ് നിലവിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. 45 പേർ ഇപ്പോഴും ആ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം കാര്യമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ കെട്ടിടങ്ങൾ, അതായത് തകർന്ന് വീഴാൻ തുടങ്ങുന്ന കെട്ടിടങ്ങളുണ്ട്. അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നാമാവശേഷമാകാം. അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം, അതായത് തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് കയറിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം പോലും സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ്. ആ രീതിയിൽ വലിയ തോതിൽ നമ്മളെ കാണുമ്പോൾ തന്നെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ 2 ഇടങ്ങളിലും വലിയ തോതിലുള്ള പ്രകമ്പനം, ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. തുടർ ചലനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് ഇവരെ ഏത് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ള പോലെ ആ രീതിയിൽ വരെ ആശങ്കയുണ്ട്. കാരണം എല്ലാ കെട്ടിടങ്ങളും ഒരുവിധം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ റോഡുകളിൽ നിന്ന് ആളുകളൊക്കെ ചിന്നിച്ചിതറി എങ്ങോട്ട് പോകണം എന്നറിയാതെ വലിയ തോതിൽ ആശങ്ക
ആശങ്കയിലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തായ്ലൻഡിൽ പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മ്യാൻമറിലും തായ്ലൻഡിൽ ഈ പ്രകമ്പനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ചൈനയിലെ യുനാനിലും ഇതുപോലെയുള്ള ഒരു പ്രകമ്പനം ഉണ്ടായി. അതും കാര്യമായിട്ടുള്ള ആഘാതം ഉണ്ടാക്കിയ ഒരു പ്രകമ്പനമാണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. എന്തായാലും മ്യാൻമറിനെയും തായ്ലൻഡിനെയും വിറപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ചൈനയിലെ യുനാനിൽ ഉണ്ടായിരുന്ന തൊട്ട് പിന്നാലെയാണ് ഇന്ത്യയിലെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇതിന്റെ പ്രകമ്പനം ഉണ്ടാകുന്നത്. അനൂപ്ദാസിലേക്ക് കൂടി വരാം. ഇപ്പോൾ ആ പൂർണ്ണമായും തകർന്നടിയുന്ന കെട്ടിടം അത് മ്യാൻമറിൽ നിന്ന് ഏകദേശം ഒരു 500 കിലോമീറ്റർ ദൂരെയാണ്. അത് ബാങ്കോക്ക് ഓഡിറ്റ് ബിൽഡിംഗ് ആണ്. അത് പൂർണ്ണമായും നിർമ്മാണത്തിൽ നടക്കുന്ന, അതായത് പൂർണ്ണതയിലേക്ക് എത്താത്ത ഒരു ബിൽഡിംഗ് ആണ്. ചൈനയുടെയൊക്കെ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. പക്ഷെ അതാണ് തകർന്നടിഞ്ഞത്. അതിലപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ ഒരുപാട് പേർ ആ കെട്ടിടത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അനൂപ്ദാസ് ഡൽഹിയിൽ നിന്ന് കൂടി ചേരുന്നു. അനൂപ്, ഇന്ത്യയിലേക്ക് കൂടി പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നാശനഷ്ടങ്ങളോ ആൾനാശമോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ എത്ര തീവ്രതയാണ് രേഖപ്പെടുത്തിയത്? ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളെയാണ് ഈ പ്രകമ്പനം കുറച്ചെങ്കിലും ബാധിച്ചത്. അതിൽ മേഘാലയയിൽ റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ മണിപ്പൂരിലെ ചില മേഖലകളിൽ, ഒപ്പം പശ്ചിമ ബംഗാളിലെ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് കൊൽക്കത്തയിലെ ചിലയിടങ്ങളിലാണ് ഈ പ്രകമ്പനം അനുഭവപ്പെട്ടത്. എന്നാൽ ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഏതെങ്കിലും നിലയിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ കെട്ടിടങ്ങൾ തകരുകയോ ഏതെങ്കിലും ആളുകൾക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം തന്നെ ബാങ്കോക്കിലുള്ള തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി നൽകുന്ന ചില വിവരങ്ങളുണ്ട്. അതായത് നിലവിൽ ഒരിടത്തു നിന്നും ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്ക് പറ്റിയതായോ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങൾ ഇന്ത്യൻ എംബസിയിൽ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഇന്ത്യൻ പൗരന്മാരെല്ലാം സുരക്ഷിതരാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആളുകൾക്ക് വിളിക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പർ കൂടി തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെന്നുള്ള നിലയ്ക്ക് ആലോചിക്കുമ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് ആർക്കും പ്രശ്നമുണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ ഉമയബാൻ തന്നെ സൂചിപ്പിച്ച പോലെ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അവിടെ നിന്നെല്ലാം പുറത്തു വരുന്നുണ്ട്.